ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചാലാടുള്ള റോയൽ പെറ്റ് ഷോപ്പിൽ മീനിൻ്റെ ഫുഡ് വാങ്ങിക്കാൻ പോയതാണ്. അപ്പോഴാണ് അവിടെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ കണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്നേ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. കുറച്ച് വലുതായ സമയത്ത് ഞാൻ അതിന് അലിഗേറ്റർ ഗാറിൻ്റെ കൂടെ ഇട്ടു. ആദ്യത്തെ ഒരാഴ്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫുഡ് ഇട്ട് കൊടുത്ത സമയത്ത് ഈ അലിഗേറ്റർ കഴിക്കുന്നതായിട്ട് മുന്നേ തന്നെ നമ്മുടെ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് പോയിട്ട് കഴിച്ചു. പിന്നെ അലിഗേറ്റർ ഒന്നും നോക്കില്ല, ഒറ്റ കടിച്ച് 2 കഷ്ണമാക്കി കളഞ്ഞു. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ആ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ ആ ടാങ്കിൽ തന്നെ ഉപേക്ഷിച്ചു. അത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അലിഗേറ്ററുകാർ കഴിച്ചു തീർക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ കണ്ടപ്പോൾ പുതിയ ഒന്നിനെ വാങ്ങിച്ചത്. ഇപ്പോൾ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല സൈസ് വെക്കുന്ന മീനാണ്. ഏകദേശം 2 to 3 feet വരെ ഇതിൻ്റെ സൈസ് വരും. പിന്നെ അത്യാവശ്യം നല്ലോണം നമ്മളായിട്ട് ഇണങ്ങുന്നൊരു മീനാണ്. ഹാൻഡ് ഫീഡിംഗ് ഒക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് തന്നെ അത് ഫുഡ് എടുക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിച്ച ഈ പീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ഇഞ്ചോളം ഉണ്ട്. ഇത് വിത്തിൻ 2 to 3 months തന്നെ നല്ല വലിപ്പത്തിലേക്ക് കുറച്ചും കൂടി വലിപ്പം വരും. അപ്പോഴേക്കും വാലിനൊക്കെ നല്ല റെഡ് കളർ വരും. ഇപ്പം ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ ഇതിൻ്റെ ഒരു 3 പീസും കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇവരെ അവിടെ തന്നെ വളർത്തിയ വലുതാക്കിയ മീനുകളാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ റോയൽ പെറ്റ്സിൽ പിന്നെ ഞാൻ പുറത്ത് കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ നല്ല ഫ്ലവർ ഹോൺസിൻ്റെ പീസ് ഉണ്ട്. ഫ്ലവർ ഹോണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തലശ്ശേരിയുള്ളൊരു ബ്രീഡ് ചെയ്ത പീസസ് ആണ്. ഇവർ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയതാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഈ മീനുകൾക്ക് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേയും അവരെ അടുക്കുന്ന മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, പക്ഷേ ഞാനത് ഇവരുടെ അടുത്ത് മേടിച്ച പീസല്ല എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇവരുടെ അടുത്ത് മേടിച്ച പീസ് അത് ചത്തുപോയിരുന്നു. അത് എൻ്റെ ചെറിയൊരു കൈപ്പിഴ കൊണ്ട് ചത്തുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇത് തലശ്ശേരി തന്നെയുള്ള ഒരു ബ്രീഡർ ചെയ്തതാണ്. അല്ലാതെ ഇതിപ്പം ചെന്നൈയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ കൊൽക്കത്തയിൽ നിന്നോ നമ്മൾ ഇറക്കിയ സാധനമല്ല. ഇതിൻ്റെ ക്വാളിറ്റി 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ റോയൽ പെറ്റ്സ് ചാലാട് UP സ്കൂളിൻ്റെ നിയർ ബൈ ആണ് ഈ ഷോപ്പുള്ളത്. അവരുടെ അടുക്കൽ മോർ ദാൻ 60 പീസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് അരുൺ സൈനിങ് ഓഫ്. ബൈ.